വിഷമം തോന്നി. ഇന്ത്യ എന്ന ഒരു മതേതര രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതൊന്നും ഓർത്തിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വളരെയധികം വിഷമം തോന്നി. കുറച്ചല്ല, ഒരുപാടധികം ആളുകൾ അതിൽ വളരെ അഭിമാനിക്കുന്നു. അത് വലിയ ഒരു വിജയമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ മതേതര സങ്കല്പത്തിന് മൊത്തം ഉണ്ടായ ഒരു വലിയ തിരിച്ചടി, ഒരു വലിയ വെല്ലുവിളി. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പൂജാകർമ്മങ്ങളടക്കം ഒരു പൂജാരിയുടെ രീതിയിൽ പൂജാകർമ്മങ്ങളടക്കം നിർവഹിക്കുന്ന കാഴ്ച വരെ കാണുന്നു. ഇപ്പോൾ എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോഴും അത് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ടി വിയിലെ ആഗമനം കണ്ടത് പല ഇന്ത്യയിലെ സെലിബ്രിറ്റീസ്, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളായാലും വടക്കേ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളായാലും എല്ലാവരും ഇതൊരു ആഘോഷമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും ജയ് ശ്രീറാം വിളികൾ മുഴക്കിക്കൊണ്ട് ആ ഒരു വേദിയിലേക്ക് കടന്നു വരുന്നൊരു ചിത്രം എല്ലാവരും കണ്ടതാണ്. ഇതേ സമയം ഇന്നലെ ക്യാമ്പസിനകത്ത് രാം കെ നാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല വസ്തുതകളും നമുക്ക് ഇന്നലെ ഈ ഒരു സെലിബ്രിറ്റീസ് ആരും മനഃപൂർവ്വം അറിയാത്തതാണോ, അവരുടെ നിഷ്കളങ്കത കൊണ്ട് മനഃപൂർവ്വം മറന്നു കളയുന്നതാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള പല ചരിത്ര വസ്തുതകളും നമ്മൾ ഈ ഡോക്യുമെൻ്ററിയിലൂടെ കാണാനിടയായി. അപ്പോൾ അതിൽ തന്നെ പല ഈ ഒരു കർഷകരും VHP പ്രവർത്തകരും ഈ പള്ളി പൊളിക്കുന്നതിന് ശേഷം ബാക്കി അടുത്ത് കാശി, അടുത്ത് മധുര എന്ന് പറയുന്ന മുദ്രാവാക്യ വിളികളോടുകൂടിയാണ് ഇവരിത് പൊളിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെ ഇന്ന് ഏറ്റവും അസ്വസ്ഥനാക്കുന്നത് ജയ് ശ്രീറാം വിളികളാണ്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ഓരോ ദിവസം വാൾ തുറക്കുമ്പോൾ കാണുന്ന ഈ ഒരു പ്രതിഷേധങ്ങൾ ഒരുപാട് രീതിയിൽ എൻ്റെ മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വരവോടുകൂടി എന്തൊക്കെയായിരിക്കും വർത്തമാനകാല ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് സ്വാഭാവികമായ രീതിയിൽ ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. ഒരു പള്ളി പൊളിച്ചതിൻ്റെ മേലാണ് അവർ അവിടെ പണിതത്. അതിനോട് ചേർന്ന് പണിയുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലേനും. ഇപ്പോൾ പള്ളി അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിനോട് ചേർന്ന് അയോധ്യ രാമക്ഷേത്രം പണിയാണെങ്കിൽ കൂടെ ഇത്രയും പ്രശ്നമായിട്ട് കാണില്ലായിരുന്നു. ഒരു മതത്തിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ മറ്റൊരു മതം ആധിപത്യം സ്ഥാപിച്ച് അവിടെ പള്ളി പണിതായിട്ടാണ് നമ്മൾ കാണിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ആക്ച്വലി ഈ വിഗ്രഹം ആദ്യമായിട്ട് ലഭിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ മന്ത്രിയായ സമയത്ത് ജവഹർലാൽ നെഹ്റു ഈ വിഗ്രഹം ഒളിപ്പിച്ച് വെച്ച ഒരു സംഭവമാണ്. അതിന് പിന്നീട് ശേഷം ഈ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്താണ്, ഈ രാജീവ് ഗാന്ധി ഭരണകാലഘട്ടത്തിലാണ് ഈ വിഗ്രഹം ബാബരി മസ്ജിദിനുള്ളിൽ വരുന്നതും ഭയങ്കര വിവാദമായ ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായത്. ഈ സമയത്ത് അതവിടെ കൊണ്ടുവച്ചതായിട്ടാണ് പല റിപ്പോർട്ടുകളും രേഖപ്പെടുത്തിയത്. സുപ്രീം കോടതിയിൽ ഇതിനൊരു തെളിവ് പോലും ഇല്ലാതിരുന്നിട്ടും അവർക്ക് ഈ ക്ഷേത്രം പണിയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു BJP സർക്കാരിൻ്റെ ഒരു മതത്തിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ മതം ഭയങ്കരമായിട്ട് ഉയർത്തിക്കാണിക്കുന്ന രീതിയിലാണ് ഈ അയോധ്യ ക്ഷേത്രം. ഒരുപാട് താരങ്ങളും നോർത്ത് സൈഡിലുള്ള ഒരുപാട് താരങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയോധ്യ ക്ഷേത്രത്തിൽ പോവുകയും ഭയങ്കരമായിട്ട് ജയ് ശ്രീറാം വിളിച്ച് പോവുകയും ചെയ്യുന്നതൊക്കെ ആയിട്ട് ന്യൂസുകളിൽ കാണുന്നുണ്ട്. പള്ളി പൊളിച്ചുകൊണ്ട് ഒരു ആരാധനാലയം പണി കഴിപ്പിക്കുക, അതിന് നേതൃത്വം നൽകുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിന് നേതൃത്വം നൽകുക എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വത്തിന് ഭീഷണിയാവുന്ന തരത്തിലേക്കാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തീർത്തും ഒരു ആഘോഷമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഇതുള്ള കാര്യമാണ്. ബാബർ മസ്ജിദ് പൊളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ സെക്കുലർ സ്റ്റേറ്റിന് സംഭവിക്കുന്ന വീഴ്ച മാത്രമല്ല, അത് ഒരു വിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒന്നല്ല. മുസ്ലിം എന്നൊരു സ്വത്വത്തെ മാത്രമല്ല, അത് ഇന്ത്യയിലെ ദലിത് വിഭാഗങ്ങളെയും ഇന്ത്യയിലെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു 92 കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയാണ് സത്യസന്ധമായിട്ട് ഇവർ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുന്നത്. അത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് നമ്മൾ നേടുന്ന വളരെ വലിയൊരു പ്രതിസന്ധി. മാധ്യമങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മിഥ്യാധാരണകൾ പരത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒരു മുസ്ലിം പള്ളി പൊളിച്ച സ്ഥലത്താണ് ഇത്തരത്തിലൊരു വലിയ അമ്പലം ഒരു ബ്രാൻഡാക്കി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം മാധ്യമങ്ങളെ മറച്ചു വെച്ച്, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മറച്ചു വെച്ച്, കൈരളി മാത്രമാണ് അതിനെതിരെ, അതായത് മുസ്ലിം പള്ളി പൊളിച്ചുകൊണ്ടുള്ളതാണ്, ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ടാണ് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പത്രങ്ങളും ഇന്ന് നമുക്ക് പത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ദേശാഭിമാനി മാത്രമാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ടുള്ള വാർത്തകളെപ്പറ്റി സൂചിപ്പിച്ച് കണ്ടിട്ടുള്ളത്. വോട്ട് പ്രതിഷ്ഠ എന്ന വലിയ തലക്കെട്ടോടു കൂടി തന്നെയാണ് അവരത് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മറ്റ് മാധ്യമങ്ങൾ, മലയാള മനോരമ പോലുള്ള മറ്റ്
പത്രങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടാണ് ഇന്നലത്തെ പ്രതിഷ്ഠയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്.